ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്ന് ബ്ലൂ മൗണ്ടെയിൻ കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങാം കേട്ടോ. അപ്പോൾ ഞങ്ങളിത് എല്ലാവരും ഉണ്ട്, മനുണ്ട്, അപ്പവും പൊന്നും വണ്ടിയിലുണ്ട്. അപ്പോൾ ഇന്ന് ബ്ലൂ മൗണ്ടെയിനിലേക്ക് പോവാണ് നമ്മൾ. അപ്പോൾ ഇന്ന് ബ്ലൂ മൗണ്ടെയിൻ വിശേഷം അതിൻ്റെ ചുറ്റുപാടും കാണിക്കാം. ഓക്കെ, അപ്പോൾ യാത്ര തുടങ്ങാണ്. ഓക്കെ, ഇത് മുന്തിരിത്തോട്ടം, ഇത് വൈൻയാർഡാണ് തൊട്ടിപ്പുറത്ത് കാണുന്നത്. അതിൻ്റെ മുന്തിരിത്തോട്ടമാണ്. ഇപ്പോൾ വിൻ്റർ ആയതുകൊണ്ട് ഇലയൊക്കെ പോയി നിൽക്കുക, സീസൺ അല്ല ഇപ്പം. ഈ മരങ്ങൾ നോക്കി, ഇത് സമ്മർ ടൈമിൽ ഭയങ്കര രസമാണ്. അതിൻ്റെ ഇലയും പൂവൊക്കെ ആയിട്ട് നിൽക്കണം, നല്ല രസമാണ്. ഈ മരങ്ങൾ ഇതിപ്പോൾ ഇല കൊഴിഞ്ഞു പോയിട്ട് ഇങ്ങനെ നിൽക്കുക. ബ്ലൂ മൗണ്ടെയിൻ ട്രിപ്പ് അങ്ങനെ തുടങ്ങി. ഇവിടുന്ന് ഒരു 2 മണിക്കൂർ അടുത്തുണ്ട്, 1.25 മണിക്കൂറോളം ഉണ്ട്. അപ്പോൾ അവിടേക്ക് പോകുന്ന വഴിയിലെ കാഴ്ചകളും ഒക്കെ നമുക്ക് കണ്ടങ്ങനെ പോകാം. പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് പോകാം. ഇന്നിപ്പോൾ അങ്ങോട്ട് ഞാനാണ് ഡ്രൈവ് ചെയ്യണേ, തിരിച്ചിങ്ങോട്ട് അപ്പൂസ് ഓടിക്കും. പൊന്നും മനുമോളും ബാക്കിലിരുന്ന് ഫോട്ടോ എടുത്ത് സെൽഫി എടുത്ത് കളിക്കുന്നുണ്ട്. പൊന്നു, നിനക്ക് റോപ്പ് വേയിൽ കയറണോ? റോപ്പ് വേയിൽ കയറാനായിട്ട് പേടിയുണ്ടോ നിനക്ക്? ഇന്ന് നമ്മൾ കയറും. ഓക്കെ, പണ്ട് നമ്മൾ UK വെച്ചിട്ട് എവിടെയാണ് പോയാ? UK ഒരു സ്ഥലത്ത് പോയപ്പോൾ നമ്മൾ റോപ്പ് വേയിൽ കയറി കുറേ നേരം ക്യൂ വന്നപ്പോഴേക്കും സമയം കഴിഞ്ഞ് ലുണ്ടിടാനോ, അതിന് ശരിക്കും പേര് ലുണ്ടിടാനോ എന്നല്ല, വേറെ ഏതാണ്ട് പേരും കണ്ടോ, ലുണ്ടിഡോന്നോ അങ്ങനെ ഏതാണ്ട് സ്ഥല ലണ്ടനിൽ വെച്ചിട്ട്. അന്ന് ഞങ്ങൾ ക്യൂവിൽ നിന്ന് സമയം കഴിഞ്ഞ് കയറാൻ പറ്റാണ്ടായി പോയി, തിരിച്ചു പോകും. ഇന്ന് നമ്മൾ ഇച്ചിരി നേരത്തെ ഇറങ്ങി, അതുകൊണ്ട് ചിലപ്പോൾ ഇവിടെ പറ്റുമെന്ന് വിചാരിക്കണം, അറിയില്ല. ബ്ലൂ മൗണ്ടെയിനിലേക്ക് ഇതിപ്പോൾ ഞങ്ങൾ ആദ്യമായിട്ടാണ് കേട്ടോ പോകുന്നത്, ഫസ്റ്റ് ട്രിപ്പാണ്. സാധാരണ അജിലും അനിയത്തിയും സുട്ടൊക്കെ ഒരുമിച്ചാണ് ഞങ്ങൾ പോവാറ്. ഇന്നിപ്പോൾ അജിലിന് ഡ്യൂട്ടി ആയിരുന്നതുകൊണ്ട് ഞങ്ങൾ തന്നെ പോകണം. എന്തായാലും പോയി നോക്കാം. ഈ പോകുന്ന വഴി നല്ല കാട് പോലെയുള്ള സ്ഥലവും നല്ല ഭംഗിയൊക്കെയുള്ള കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ കണ്ട് നമുക്ക് പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് പോയിക്കൊണ്ടിരിക്കാം. ഞങ്ങളുടെ ഈ വീഡിയോ കാണുന്നതോടൊപ്പം ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത്, സബ്സ്ക്രൈബ് കൂടി ചെയ്ത് ഈ ചാനലിന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ യാത്ര തുടരാം.
അങ്ങനെ നമ്മൾ ബ്ലൂ മൗണ്ടനിൽ എത്തിയിട്ടുണ്ട്. വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് പയ്യെ നടന്ന് പോവാം. പക്ഷെ ഇവിടെ ആദ്യമായിട്ട് വന്നതുകൊണ്ട് എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യണമെന്നൊന്നും കറക്റ്റ് അറിയില്ല. അപ്പോൾ അവിടെ ഒരു ബോർഡുണ്ട്, അതിനകത്ത് നോക്കാം നമുക്ക്. അപ്പോൾ ഇതിൻ്റെ അകത്തെല്ലാം എവിടെയൊക്കെ പോകണു, എത്ര പോയിൻ്റുകളുണ്ട്, അതിൻ്റെ കാര്യങ്ങളാണ്. 22 പോയിൻ്റുകളാണ് മൊത്തം ഉള്ളത്. പക്ഷെ നമുക്ക് എല്ലാം ഈ ഒറ്റ ദിവസം കൊണ്ട് പറ്റില്ല. അപ്പോൾ നമുക്ക് മുന്നോട്ട് പോയി ബ്ലൂ മൗണ്ടൻ്റെ നല്ല ലോങ് സൈറ്റ് ഉണ്ട്, അത് കാണാൻ നല്ല ഭംഗിയാണ്. അതൊക്കെ കണ്ട് തിരിച്ചു വന്നിട്ട് ബസ്സിന് പോകണോ വണ്ടിക്ക് പോകണമെന്ന് നമുക്ക് നോക്കാം. എന്തായാലും അവിടെ പോയി നമുക്ക് നോക്കാം. അവിടെ ഒത്തിരി ആൾക്കാരൊക്കെ ഉണ്ട്, ഹോളിഡേ ആയതുകൊണ്ട് ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ട്. അത്യാവശ്യം നല്ല തണുപ്പുമുണ്ട്, കാറ്റുമുണ്ട്. കാറ്റുള്ളതുകൊണ്ട് തന്നെ നല്ല തണുപ്പുണ്ട്. ഇപ്പോൾ നമ്മൾ അത്യാവശ്യം നല്ല ഹൈറ്റിൽ വന്ന് നിൽക്കണേ. ഇവിടെ നിന്നുള്ള വ്യൂ എന്ന് പറഞ്ഞാൽ അതിമനോഹരമാണ്. അങ്ങ് ദൂരെ കേബിൾ കാർ ഉണ്ട് കേട്ടോ, ഇതേ കാണുന്നത്. അത് നമുക്ക് ഇനിയൊരു ദിവസം അടുത്ത പ്രാവശ്യം വരുമ്പോഴേ പറ്റുള്ളൂ. ഇന്നിപ്പോൾ അതിനുള്ള ടൈമൊന്നുമില്ല. പിന്നെ അങ്ങ് ദൂരേക്ക് നോക്കുമ്പോൾ അതിമനോഹരമായിട്ട് നല്ല കാട് പോലെ നല്ല വനമാണ്. അത് കണ്ടില്ലേ, നല്ല ഭംഗിയല്ലേ. താഴെ ഒരു ഇതും കൂടി ഉണ്ട് കേട്ടോ, അതിൽ കൂടെ ഇറങ്ങി വേണം നമുക്ക് അങ്ങ് നടന്ന് പോകാനായിട്ട്. ഇന്ന് ഇപ്പോൾ ഹോളിഡേ ആയതുകൊണ്ട് ഒരുപാട് ആൾക്കാർ നിന്ന് ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലൊക്കെ ഉണ്ട്. ഒത്തിരി ദൂരെ നോക്കിയാൽ നല്ല ഈ ബ്ലൂ മൗണ്ടൻ്റെ തന്നെ ഓരോ ഭാഗങ്ങളാണ് അതൊക്കെ. അങ്ങ് ദൂരെ കണ്ടോ, നല്ല ഭംഗിയാണ്. ഇവിടെ വന്ന് നിൽക്കുമ്പോൾ ഈ കാറ്റുള്ളതുകൊണ്ട് അല്ലെങ്കിൽ ഭയങ്കര രസം അവിടെ നിന്ന് ഇങ്ങനെ കാഴ്ച കാണാനായിട്ട് തന്നെ. ഒത്തിരി ആൾക്കാരുണ്ട്, അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കുന്നതിലും ഒരു ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഇവിടെ എല്ലാം ഇതിൻ്റെ ഭൂരേഖകൾ കാണിക്കുന്നുണ്ട്, മാപ്പ് കാണിക്കുന്നുണ്ട്. ഇതുണ്ട്, താഴെ ആൾക്കാർ നിന്നിട്ട് അങ്ങ് ദൂരെ നോക്കിയാൽ 3 സിസ്റ്റേഴ്സാണ് ആ കാണുന്നത്. അന്ന് താഴേക്ക് ഇറങ്ങി കഴിയുമ്പോൾ ഒന്നുകൂടി നല്ല ഭംഗിയായിട്ട് കാണാൻ പറ്റും നമുക്ക്.